المرسلين وعلى آله وصحبه أجمعين أما بعد. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മാദി മുസ്തഖ്ബിൽ ഈ രണ്ട് ഫീലുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മൊത്തം ഫീലുകൾ 4 നമ്മൾ പഠിച്ചിരുന്നത്. സെന്റൻസിന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കുമ്പോൾ മൊത്തം ഫീലുകൾ 4 പഠിച്ചത്. അതിന്റെ മൊത്തം കലാം ഒരു ഭാഷയാകുമ്പോൾ എന്താണ്, ഇങ്ങനെ സംസാരിക്കുമല്ലോ, സെന്റൻസ് ഉണ്ടാവും. സെന്റൻസിന്റെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഭാഗം നോക്കുമ്പോൾ എന്തുണ്ടാവും, അതിൽ ഓരോ വേർഡ്സ് ഉണ്ടാവും. കെലിമത്ത് എന്നാ പറയാ അറബിയില്, കെലിമത്ത് ഉണ്ടാവും. ആ കെലിമത്ത് 3 തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ഫീല്, ഇസ്മ, ഹർഫ്. അത് മലയാളത്തിലൊക്കെ ഉള്ളത് പോലെ തന്നെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, വെർബ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലുണ്ട്. മലയാളത്തിൽ നാമം, കർത്താവ്, കർമ്മം, ക്രിയ എന്നൊക്കെ പറയും. അപ്പോ അറബിയില് ഇസ്മ, ഫീല്, ഹർഫ്. അങ്ങനെ ഫീല് 4 നമ്മൾ പറഞ്ഞത്. ഫീലിനെ പറ്റിയാണ് നമ്മളിവിടെ കാര്യം പഠിക്കുക, കുറെ കാര്യങ്ങൾ പഠിക്കുക. ഫീലാണ് കുറെ മാറ്റങ്ങൾ വരുന്നൊക്കെ ഒരു സാധനം. ഇസ്മ പറയുമ്പോൾ ഒരാൾക്കാരുടെ പേര് അങ്ങനെയല്ല ഉണ്ടാവുക, അപ്പൊ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഫീല് എന്ന് പറയുമ്പോൾ അതിന് കുറെ ഫോം ഉണ്ടാവും. മീൻസ് കഴിഞ്ഞ കാലത്ത് പറഞ്ഞത്, ഇനി കഴിഞ്ഞ കാലത്തിനെ സൂചിപ്പിക്കാൻ, വരാൻ പോകുന്ന കാലത്തിനെ സൂചിപ്പിക്കാൻ, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവല്ലോ. അങ്ങനെ 4 ഫീലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. മാലി, മുസ്തഖ്ബില്, മുലാരി, അംറ്, നഹി. മാലി എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കാലം. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാട്ടോ, ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. മാലി എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കാലത്ത് ഉണ്ടായ സംഭവം. മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞാല് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന. 2 സാധനത്തിനും കൂടി ഒന്നാ പറയാം. അത് രണ്ടുമാണ് മുസ്തഖ്ബില്. പിന്നെ 2 അംറ്, നഹി. ഈ അംറ്, നഹി ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാലിയും മുദാരി എന്തായി, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മാലി ആയിരുന്നു ഏത്? ഫഅല, ഫഅലു അങ്ങനെ പറഞ്ഞത്. മാഫഅല എന്ന് പറഞ്ഞത്, പിന്നെ ഫുഇല എന്ന് പറഞ്ഞത്, മാഫുഇല എന്ന് പറഞ്ഞതൊക്കെ. ഇതൊക്കെ ഇതിന്റെയൊക്കെ അർത്ഥം മുമ്പ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം അറിയാന്ന് അറിയില്ല. ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും ക്ലിയർ ആവും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവറോൾ സാധനം പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ആക്ടിവിറ്റീസിലേക്ക് പോകാം. അത് റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോ അല്ല, മാലിന്റെ ഇതിൽ പറഞ്ഞത് ഫഅല, മാഫഅല, ഫുഇല, മാഫുഇല, ഇങ്ങനെ 4 പറഞ്ഞത്. അതായത് കഴിഞ്ഞ കാലത്ത് ഒരു സാധനം ചെയ്തു, ചെയ്തില്ല എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ഫീലുകൾ 4 പറഞ്ഞു. ഞങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്ത്, മുദാരി, മുസ്തഖ്ബിൽ ഓർ മുസ്തഖ്ബിൽ, ഫുഇല യഫ്അലു, ലാ യഫ്അലു, യുഫ്അലു, ലാ യുഫ്അലു. ഈ സാധനങ്ങള് ഇത് മുദാരിയാണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളതാണ്. ഓക്കെ. അപ്പോ അങ്ങനെ 4 ഫീലുകൾ പറഞ്ഞത് സർഫാക്കി. പിന്നെ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ലം യഫ്അൽ എന്നൊരു ഫീല് കൂടെ എക്സ്ട്രാ പഠിച്ചു. ലം യഫ്അൽ എന്ന് പറഞ്ഞാൽ മാഫഅലിന്റെ സെയിം അർത്ഥം. ഭൂതകാലത്ത് ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ലം യഫ്അൽ എന്നും സൂചിപ്പിച്ച് പറയാൻ പറ്റും. അതേപോലെ ലൻ യഫ്അല, തീർച്ചയായും ഒരു സംഭവം ഉണ്ടാകൂല, അതിനെ സൂചിപ്പിക്കാൻ ലൻ യഫ്അല എന്ന് പറഞ്ഞത്. ലൻ യഫ്അല എന്ന് പറഞ്ഞത് തീർച്ചയായും ഒരു കാര്യം ഉണ്ടാവൂല എന്ന് പറയാനാണ്. അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൻ യഫ്അല എന്ന് പറയുന്നു. അങ്ങനെ 2 എക്സ്ട്രാ സാധനങ്ങളും പഠിച്ചു. അപ്പൊ ഫഅല, മാഫഅല അങ്ങനെ 4 പഠിച്ചു. യഫ്അലു, ലാ യഫ്അലു തുടങ്ങി 4 പഠിച്ചു. പിന്നെ ലം യഫ്അലിന്റെ 4 അല്ല 2. ലൻ യഫ്അലിന്റെ 2. അങ്ങനെ ഇത്തരം വിഷയങ്ങളാണ്, ഈ സർഫുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഓക്കെ. ഇനി ഫസ്റ്റ് ഉള്ളത് വളരെ ബേസിക് ആയ ഒരു ഉദാഹരണമാണ്. നിങ്ങൾ ടെക്സ്റ്റ് സ്ക്രീൻ കാണുന്നില്ലേ?
അപ്പൊ ഇനി ഇതിൽ ആക്ടിവിറ്റി ബേസിലായിട്ടാണ് പറയണത്. അതെന്താണ്? ഇപ്പൊ മാലിനെ മുസ്തഖ്ബിലാക്കുക എന്നുള്ളതാണ് ഈ ആക്ടിവിറ്റി. മാലി തന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ കാലത്തുണ്ടായ കുറച്ച് ഫീലുകൾ തന്നിട്ടുണ്ട്, അത് മുസ്തഖ്ബിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പഠിച്ചത് വെച്ചിട്ട് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഓക്കെ, ഇത് ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. മറ്റെന്താ പറയാ, ജസ്റ്റ് തിയറി അല്ല, ഇതിന്റെ അപ്ലിക്കേഷൻ ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കണ്ടോ, ഈ ആക്ടിവിറ്റി എ വരെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയാ കേട്ടോ. ദറസ്തുൽ ലുഅത്തൽ അറബിയ ഫിൽ കുല്ലിയ. ഇതിൽ നമുക്ക് വാക്കും ഇതിന്റെ സ്ട്രക്ചറും എങ്ങനെയാണ് അർത്ഥം മാറ്റം വരുന്നതൊക്കെ പഠിക്കാൻ പറ്റും. ദറസ്തുൽ ലുഅത്തൽ അറബിയത്തെ ഫിൽ കുല്ലിയ. കുല്ലിയ പറഞ്ഞ കോളേജ്. കോളേജിൽ നിന്ന് ഞാൻ അറബി പഠിച്ചു. അറബി ലാംഗ്വേജ് കോളേജിൽ നിന്ന് പഠിച്ചു എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. ഇവിടെ ഇപ്പൊ എന്താ ഉപയോഗിച്ചത്? ദറസ്തു എന്നാ ഉപയോഗിച്ചത്. ദറസ്തു പറഞ്ഞാൽ ഞാൻ പഠിച്ചു എന്ന്. ലുഅത്തൽ അറബിയ എന്ന് പറഞ്ഞാൽ അറബി ലാംഗ്വേജ്, ഫിൽ കുല്ലിയ പറഞ്ഞാൽ കോളേജ്. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? ഇതിലുള്ള മാതി മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യണം? മുസ്തഖ്ബിൽ കൊടുക്കണം. അപ്പൊ ദറസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു എന്നാണ് വരിക. അത് മാറ്റിയിട്ട് എന്താക്കണം? ഞാൻ പഠിക്കും, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിക്കുന്നു എന്ന രീതിയിൽ മാറ്റണം. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചേഞ്ച് ആണ് വരുത്തേണ്ടത്? ആ ഫീലിലാണ് ചേഞ്ച് വരുത്തേണ്ടത്. ഓക്കെ, ആ ഫീലിന് എന്താക്കണം? ഇപ്പൊ മാലിയായ ഫീല് മുസ്തഖ്ബിലായിട്ട് യൂസ് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, ട്രൈ ചെയ്യാൻ പറ്റുമോ? ഇവിടെയുള്ള ഫീൽ ഏതാണ്? അത് ഫസ്റ്റ് ഫീലിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു മിനിറ്റ് ആലോചിച്ച് നോക്കി, ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ദറസയാണ് ഫീല്. ഒരു മിനിറ്റ്, ഇപ്പൊ ബാങ്ക് ഇപ്പൊ കഴിയും. ഒരു മിനിറ്റ്. ഹലോ, കിട്ടിയോ? അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ടതേ ദറസ്തു എന്നുള്ളത് മാലിയാണ് അല്ലേ? ദറസ്തു എന്നുള്ളത് മാലിയാണ്. അപ്പൊ ദറസയാണ് ഫീല്. ദറസ ഏതുപോലെയാണ്? ഫഅല പോലെയാണ്. ഫഅല നമ്മളോട് ഇവിടെ പറഞ്ഞത് എന്താ? മാലിനെ മുസ്തഖ്ബിലാക്കാനാണ്, മുദാരി ആക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫഅല എങ്ങനെയാണ് മുദാരി ആക്കിയത്? യഫ്അലു ആണ്. അതേപോലെ ദറസ എന്നുള്ളത് യദ്റുസു എന്നാണ് അതിന്റെ മുസ്തഖ്ബിൽ ഉണ്ടാവുക. അപ്പൊ യദ്റുസു ഇവിടെ നോക്കാം. യദ്റുസു ആണ് ഉണ്ടാവുക. അപ്പൊ യദ്റുസു തന്നെ പല സർഫ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഏത് നമ്മൾ യൂസ് ചെയ്യണം? അപ്പൊ അപ്പൊ ഇവിടെ ലൊമീർ നോക്കാം. അപ്പൊ ക്ലിയർ ആവും. എന്തേ ഇവിടെ എന്താ പറഞ്ഞത്? ദറസ്തു, ഞാൻ പഠിച്ചു എന്നാ പറഞ്ഞത്. ദറസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു. ഓക്കെ, ഓക്കെ, അപ്പൊ ദറസ്തുവിന്റെ ഈക്വൽ ആയ അനയാണ് അവിടുത്തെ ലൊമീർ വരിക. അപ്പൊ അനന്റെ സ്ഥാനത്ത് വരുന്ന യദ്റുസുവിലെ സർഫാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മൾ സർഫാക്കി പോവാം. യദ്റുസു, യദ്റുസാനി, യദ്റുസൂന, തദ്റുസു, തദ്റുസാനി, യദ്റുസ്ന, തദ്റുസു, തദ്റുസാനി, തദ്റുസൂന, തദ്റുസീന, തദ്റുസാനി, തദ്റുസ്ന, അദ്റുസു, നദ്റുസു. അപ്പൊ എവിടെയാണ് അന വന്നത്? അദ്റുസു എന്നുള്ളിടത്താണ് അന വന്നത്. ഓക്കെ,
അദ്റുസ് എന്നുള്ളിടത്താണ് തന്നെ വന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇവിടെ അദ്റുസ് കൊടുത്തു കഴിഞ്ഞാല് അദ്റുസുൽ ലുഅത്തൽ അറബിയത്ത ഫിൽ കുല്ലിയ എന്നാക്കുമ്പോ എന്തർത്ഥം വരും? ഞാൻ ഇപ്പോ കോളേജിൽ നിന്ന് അറബി ലാംഗ്വേജ് പഠിക്കുന്നു എന്നർത്ഥം വരും. പഠിച്ചു എന്നുള്ള അർത്ഥം മാറിയിട്ട് പഠിക്കുന്നു എന്നുള്ള അർത്ഥം വരും. ഓക്കെ, രണ്ടായിട്ടും പറ്റും. ഓക്കെ, അറബിയില് അദ്രസ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. നമ്മൾ ഇപ്പൊ ഒന്ന് വെക്കാം, പഠിക്കുന്നു എന്ന് വെക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് സാഹചര്യം നോക്കിയിട്ടാണ് അത് മനസ്സിലാവുക ഏതാണ് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മള് മാറ്റിയത് കണ്ടോ? അപ്പൊ ഇവിടെ എന്തായി? മാലിനെ എടുത്തിട്ട് മുസ്തഖ്ബിലാക്കി, അപ്പൊ അർത്ഥം മാറി. ഇനി നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോവാം. ഇത് ക്ലിയർ ആയില്ലേ? ഇനി ദക്കർനല്ലാഹ ഫിൽ ഹൽക്ക. ദിക്റ് ചൊല്ലി, അള്ളാഹുവിനെ ഓർത്തു, ഫിൽ ഹൽക്ക, ഹൽക്കയിൽ വെച്ച്. നമ്മൾ വട്ടത്തിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ദിക്ർ ഹൽക്ക ഉണ്ടല്ലോ, അതാണ്. അങ്ങനെ ഒരു പരിപാടി ഇരുന്നിട്ട് നമ്മളെ ദിക്ർ ചൊല്ലി എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ദക്കർന എന്നുള്ളത് എന്താണ്? മാലിയാണ്. ദിക്ർ ചൊല്ലി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓർത്തു, അള്ളാഹുവിനെ ഓർത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് മാറ്റിയിട്ട് എന്താണ്? മുതാരി ആക്കണം. അപ്പൊ ദക്കറ എന്നുള്ളതിന്റെ മുതാരി എന്താണ്? യദ്കുറു എന്നുണ്ടാവുക. ഞങ്ങൾ ദക്കർന, അത് അത് ഫഅൽന വസിനാണ്. ഇപ്പൊ നമ്മൾ ഈ ഫഅല വെച്ച് പഠിച്ചത് എന്തിനാ അറിയോ? ഇത് ഏത് വന്നാലും അതിന്റെ ഇത് മനസ്സിലാക്കാൻ പറ്റണം. ദക്കർന വരുമ്പോ അപ്പൊ ഫഅൽന എന്നുള്ളതിന്റെ രൂപത്തിലല്ലേ? ഫഅൽതു ഫഅൽന അല്ലേ? അപ്പൊ എന്ത് മനസ്സിലായി? ദക്കർന എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും കൂടി ചൊല്ലിന്നാണ്. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇനി അതിന്റെ മുസ്തഖബിൽ എടുക്കുമ്പോ യദ്കുറു എന്നാ വരിക. അപ്പൊ യദ്കുറു നമുക്ക് സർഫാക്കി വെക്കാം. യദ്കുറു യദ്കുറാനി യദ്കുറൂന തദ്കുറു തദ്കുറാനി യദ്കുർന തദ്കുറു തദ്കുറാനി തദ്കുറൂന തദ്കുരീന തദ്കുറാനി തദ്കുർന അദ്കുറു നദ്കുറു. ഓക്കെ, നദ്കുറു എന്ന് പറഞ്ഞപ്പോ എന്തായി? അതാണ് നഹ്നുവിന്റെ സ്ഥാനത്തുള്ളതാണ് നദ്കുറു എന്നുള്ളത്. ഓക്കെ, അപ്പോ അവിടെ നമ്മൾ ദിക്ർ ഹൽക്കയിൽ അള്ളാഹുവിനെ ഇപ്പൊ എന്താണ്? ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം കിട്ടും. ക്ലിയർ ആയില്ലേ? അവിടെ ഫസ്റ്റ് നദ്കുറു. നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യണപ്പോ എന്താ? നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് ദക്കറ ഫീൽ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഇവിടെ ദക്കറയാണ് ഫീല്. ഇനി ആ ദക്കറ എന്നുള്ള ഫീലിന്റെ എന്തെടുക്കും? മുസ്തഖ്ബിൽ എടുക്കും. അപ്പൊ യദ്കുറു എന്നാണ് വരിക. ഓക്കെ, അപ്പൊ യദ്കുറു എന്നാണ് നമുക്ക് ഫീല് ഉപയോഗിക്കേണ്ടത് മനസ്സിലായി. ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഇവിടുത്തെ പരിപാടി ചെയ്യുന്ന ആൾക്കാർ ആരാണ്? ഇവിടെ എല്ലാരും കൂടിയാണെന്നാ പറഞ്ഞത്. നമുക്ക് മനസ്സിലായില്ലേ? നെഹ്നു ആണെന്ന് മനസ്സിലായി. എങ്ങനെ? ദക്കർന എന്ന് പറഞ്ഞപ്പോ ഇനാ കൊണ്ട് സൂചിപ്പിക്കണം എന്താണ്? എല്ലാരും കൂടിയാണ് എന്നാണ് നമ്മൾ മുമ്പ് പഠിച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ സ്ഥാനത്തുള്ള യദ്കുറുവിന്റെ സർഫ് നോക്കാം. എല്ലാരും കൂടി ചെയ്തു എന്നുള്ളത് മുസ്തഖ്ബിലായ ഫീൽ വരുമ്പോ എങ്ങനെയാണ് ഉപയോഗിക്കുക? നദ്കുറു എന്നാണ് ഉപയോഗിക്കുക. അങ്ങനെ അത് സർഫാക്കുമ്പോൾ കിട്ടും യദ്കുറു യദ്കുറാനി യദ്കുറാനി ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് അദ്കുറു നദ്കുറു എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അത് മനസ്സിലായി, അത് കിട്ടിയത്. ഇനി ഇനി നിസാഉ അടുത്ത് നോക്കാം. ഇത് ക്ലിയർ ആയില്ലേ ചോദിക്കണേ. നിസാഉ ഹദർന ഫിൽ ഹഫ്ല. നിസാ സ്ത്രീകൾ എന്താക്കാണ്? ഹദർന ഫിൽ ഹഫ്ല, പരിപാടിക്ക് ഹാജറായി, പരിപാടിക്ക് പങ്കെടുത്തു. ഹഫ്ലത്തിൽ അദബിയ, സാഹിത്യ പരിപാടിയായിരുന്നു. അദബിയ എന്ന് പറഞ്ഞാൽ സാഹിത്യം, ഹഫ്ല പറഞ്ഞ പരിപാടി. ഒരു ലിറ്റററി പ്രോഗ്രാമില് നിസാഉ സ്ത്രീകൾ പങ്കെടുത്തു. പന്നിസാറിന് കുറെ സ്ത്രീകളുണ്ട് കേട്ടോ. കുറെ സ്ത്രീകൾ ഇവിടെ ഓയിബിന്റെ സ്ഥാനത്താണ് ഉണ്ടാവുക അല്ലേ? നിങ്ങൾ എന്ന് പറയുമ്പോഴാണ് ഹാജറാവുക. കുറെ സ്ത്രീകൾ ഇന്ന് ഏതോ സ്ത്രീകളെ പറ്റി പറയുമ്പോൾ ഹാജറിന്റെ സ്ഥാനത്താണ് അല്ല വായിബിന്റെ സ്ഥാനത്താണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ യൂസ് ചെയ്ത എന്താ? ഹലർന എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഹലറയാണ് ഫീല്. പിന്നെ ലൊമീർ എന്താണ്? അൻതും അല്ല, ലൊമീർ ഹുന്ന എന്നുള്ളതാണ്.
ഹിയ ഹുമാ ഹുന്ന, ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അവർ കുറെ സ്ത്രീകൾ എന്നാണല്ലോ നിസാ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ഹലറിനെയാണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ നാ കണ്ടാൽ മനസ്സിലാവണം നമുക്ക്. ഹലർന ഉദ്ദേശം എന്താ, കുറെ സ്ത്രീകൾക്ക് വേണ്ടി യൂസ് ചെയ്യാനാണ്. ഈ ദക്കർന എന്നുള്ളതും ഈ നായും ഈ നായും മാറ്റമുണ്ട് കേട്ടോ. ഇത് നീട്ടാനുള്ള നായാണ്. ഈ നാ വന്നാൽ എന്താണ്, ഇത് കുറെ ആൾക്കാർക്കുള്ളതാണ് മനസ്സിലാവും. ഈ ഒറ്റ നാ വരുമ്പോ എന്ത് മനസ്സിലാവും, മാലിന്റെ ഫീൽഡിന്റെ കൂടെ ഒറ്റ നാ വരുമ്പോ അത് കുറെ സ്ത്രീകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോ ഹദറ എന്നുള്ളതാണ് ഫീല്. ഇവിടെ ലൊമീർ എന്തെന്നാണ്, നാ ആണ്. അപ്പൊ ഇനി ഈ ഹലറ മാറ്റിട്ട് ഹലറ യഹ്ദുറു എന്നാ പറയാം. ഹാദിറായി, പങ്കെടുത്തു എന്നുള്ളതിന്. അങ്ങനെ നിസാവു അപ്പൊ യഹ്ദുർ യഹ്ദുറാനി യഹ്ദുറൂന, തഹ്ദുർ തഹ്ദുറാനി യഹ്ദുർന എന്ന് പറയണം. യഹ്ദുർന എന്ന് പറയണം. അപ്പൊ എന്ത് അർത്ഥം വരും, സ്ത്രീകൾ അദബിന്റെ പ്രോഗ്രാമിൽ, സാഹിത്യ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു എന്നർത്ഥം വരും. നമ്മളിവിടെ ചെയ്തത് ഹലറ എന്നുള്ള ഫീലിന്റെ ഇതേ സ്ഥാനത്തുള്ള മുസ്തഖ്ബിൽ യൂസ് ചെയ്തു. അതെന്താണ്, യഹ്ദുർന എന്നാണ്. അത് ക്ലിയർ ആയോ? അതാണ് ഫാല ഫാല ഫാലു, ഫാലത്ത് ഫാലത്ത ഫഅൽന, രണ്ട് തരത്തിലുണ്ടല്ലോ. അത് മോൾക്ക് പോയാൽ മനസ്സിലാവും. കണ്ടോ, ഫാല ഫാല ഫാലു, സ്ക്രീൻ കാണുന്നില്ലേ? ഫഅലത്ത് ഫഅലത്ത ഫഅൽന. ഈ ഫഅൽനന്റെ അർത്ഥം എന്താ, കുറെ സ്ത്രീകൾ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഫഅൽത്ത ഫഅൽത്തുമാ ഫഅൽത്തും, ഫഅൽത്തി ഫഅൽത്തുമാ ഫഅൽത്തുന്ന, ഫഅൽത്തു ഫഅൽന. ഈ അവസാനമുള്ള സാധനം ഉണ്ടല്ലോ, നീട്ടാനുള്ള ന, ആ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം, ഞങ്ങൾ കുറെ ആൾക്കാർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മള് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ ഓരോ അർത്ഥമാറ്റങ്ങള്. അപ്പൊ ഇവിടെ ഫാല ഫാല ഫാലു, ഫാലത്ത് ഫാലത്ത ഫാൽന, ഫാൽത്ത ഫാൽത്തുമാ ഫാൽത്തും, ഫാൽത്തി ഫാൽത്തുമാ ഫാൽത്തുന്ന, ഫാൽത്തു ഫഅൽന എന്നുള്ളതാണ്. ഇവിടെ കുറെ ആൾക്കാർ ചെയ്തു എന്നുള്ളതാണ്, ഞങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഈ നാ സിംഗിൾ നീട്ടാനില്ലാത്ത നാ വരുമ്പോ അവർ കുറെ സ്ത്രീകൾ ചെയ്തു എന്നുള്ളതാണ് അർത്ഥം വരിക. ക്ലിയർ അല്ലേ? അപ്പോ ദക്കറ വെച്ച് നമ്മൾ സൊറഫാക്കുമ്പോ എങ്ങനെ വരും, ദക്കറ ദക്കറ ദക്കറു, ദക്കറത്ത് ദക്കറത്ത ദക്കർന, ദക്കർത്ത ദക്കർത്തുമാ ദക്കർത്തും, ദക്കറത്തി ദക്കർത്തുമാ ദക്കർത്തുന്ന, ദക്കർത്തു ദക്കർന എന്ന് വരും. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. ഇവിടെ പോയി ഇതാ 61. എത്ര 60? ഇനി അന്നിസാവു, പിന്നെ തുല്ലാബു ഹസലു അലൽ ജായിസത്തി ഫിൽ മുബാറാത്തി. മത്സരത്തിൽ, മുബാറാത്ത് പറഞ്ഞ മത്സരാട്ടോ, മത്സരത്തിലെ തുല്ലാബ് പറഞ്ഞാൽ സ്റ്റുഡൻസ്, തോലിബിന്റെ ജമാണ് തുല്ലാബ്. കുറെ കുട്ടികൾക്കാണ് എന്താ പറയാ തുല്ലാബ് എന്ന് പറയാ. ഒരു കുട്ടിക്ക് തോലിബ് എന്നാ പറയാ, സ്റ്റുഡന്റ് എന്ന്. ഓക്കെ, ആ തുല്ലാബു ഹസലു അലൽ ജായിസത്തി ഫിൽ മുബാറാത്ത്, മത്സരത്തിൽ എന്തായി, കുട്ടികൾക്ക് സമ്മാനം കിട്ടി. അപ്പൊ കുട്ടികൾ എന്നാ യൂസ് ചെയ്തത്. അപ്പൊ ഹസലു പറഞ്ഞ എല്ലാവർക്കും കിട്ടി എന്നാ അർത്ഥം. ഓക്കെ,
ഹസല ഹസല ഹസലു എന്നാ പറയാ. ഹസല യഹ്സുലു എന്നാ ഫീൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഹസല ഹസല ഹസലു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടി. ഓക്കെ, അപ്പൊ ഇനി അത് എല്ലാവർക്കും സമ്മാനം കിട്ടും എന്നാക്കണമെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യും? ഹസലന്റെ നേരെ മുസ്തഖ്ബിൽ എടുക്കുക, അപ്പൊ യഹ്സുലു ആണ്. എന്നിട്ട് യഹ്സുലു സർഫാക്കി വെക്കുക, യഹ്സുലു യഹ്സുലാനി യഹ്സുലൂന. ഓക്കെ, അപ്പൊ ജംഉ മുദക്കർ ഗായിബാണ്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ആരാന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, മനസ്സിലാക്കണം ആദ്യം. ഇവിടെ തുല്ലാബ് എന്നാ പറഞ്ഞത്. തുല്ലാബ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ. കുട്ടികൾ എന്ന് പറഞ്ഞപ്പോ അപ്പൊ അത് അവിടെ കുറെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അത് ഗായിബാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ നേരിട്ട് ഒരാളോട് പറയല്ല നിങ്ങൾക്ക് സമ്മാനം കിട്ടി എന്നല്ല പറയണത്. സ്റ്റുഡൻസ് മറിഞ്ഞ കുറച്ച് ആൾക്കാർ, കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് എല്ലാവർക്കും സമ്മാനം കിട്ടി എന്നാ പറയണത്. ഓക്കെ, അപ്പോ തുല്ലാബു യഹ്സുലൂന എന്ന് വരാ. യഹ്സുലു യഹ്സുലാനി യഹ്സുലൂന യഹ്സുലൂന അലൽ ജായിസതി ഫിൽ മുബാറാത്ത്. ക്ലിയർ അല്ലേ? അല്ലേ? ഇനി റക്കീബ് അടുത്തുണ്ടോ? റക്കിബ്തുമാ. റക്കിബ്തുമാ എന്ന് പറഞ്ഞാല് അൽ കിത്താറ. റക്കിബ് പറഞ്ഞ വാഹനം കയറുന്നതിനാണ് പറയാ, വാഹനത്തിൽ കയറുന്നതിന്. കിത്താറ പറഞ്ഞാല് ട്രെയിന്. ഇല്ല മുംബൈ പറഞ്ഞാൽ മുംബൈയിലേക്ക്. മുംബൈയിലേക്ക് ട്രെയിൻ കയറി എന്നാണ് പറഞ്ഞത്. മുംബൈയിലേക്ക് ട്രെയിൻ കയറി. റക്കിബ്തുമൽ കിത്താറ ഇല്ല മുംബൈ. നിങ്ങൾ രണ്ടാളും മുംബൈയിലേക്ക് ട്രെയിൻ കയറി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ അത് മാറ്റിയിട്ട് കയറി എന്നുള്ളത് ട്രെയിൻ കയറും എന്നാക്കണം. അപ്പൊ അവിടെ റക്കീബയാണ് നമ്മളെ ഫീല്. റക്കീബന്റെ മുതാരി എങ്ങനെ വരാ? റക്കീബ യർക്കുബു എന്നാ വരാ. റക്കീബ യർക്കുബു എന്നാ വരാ. ഓക്കെ, അപ്പൊ യർക്കുബു യർക്കുബാനി യർക്കുബൂന. പിന്നെ ഇവിടെ റക്കീബ്തുമ പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കയറി എന്നാ പറയണത്. അപ്പൊ അവിടെ എത്ര ആൾക്കാരുണ്ട്? രണ്ടാൾക്കാരുണ്ട്. അതേപോലെ തന്നെ രണ്ടാൾക്കാരും നമ്മളെ മുമ്പിലുള്ള ആൾക്കാരാണ്. മുമ്പിലുള്ള ആൾക്കാരാണല്ലോ നിങ്ങൾ രണ്ടുപേരും വണ്ടി കയറി എന്ന് പറയല്. ഓക്കെ, അപ്പൊ അത് അറബിയില് അപ്പൊ അവിടുത്തെ നൊമീർ എന്താ? അൻതുമ എന്നുള്ളതാണ്. അൻതുമ, നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ പറയാ? അൻതുമ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ അൻതുമ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ യർക്കുബിലേക്ക് പോവാം. യർക്കുബ് ആണെന്ത്? അവർ വാഹനം കയറും എന്നതിന് യൂസ് ചെയ്യാം. ഇപ്പൊ യർക്കുബു യർക്കുബാനി യർക്കുബൂന, തെർക്കുബു തെർക്കുബാനി യർക്കുബുന. പിന്നെ തെർക്കുബു തെർക്കുബാനി. അപ്പൊ അവിടെ തെർക്കുബാനി എന്ന് അൻതുമയായി. അതിൽ അൻതുമ എന്ന അർത്ഥം വരുന്നതാണ് എന്ത്? തെർക്കുബാനി എന്നുള്ള സാധനം. ഓക്കെ, അപ്പോ തെർക്കുബാനി അൽ കിത്താറ ഇല മുംബൈ. ഇപ്പൊ എന്തർത്ഥം വരും? നിങ്ങൾ രണ്ടുപേരും മുംബൈയിലേക്ക് വിമാനം കയറുന്നു എന്നർത്ഥം വരും. ഓക്കെ, ഇല്ല ഇല്ല ഇല്ല. കാരണം ഇവിടെ നമ്മളെ ആക്ടിവിറ്റി എന്താ? അല്ല, നമ്മൾക്ക് ഇവിടെ ആക്ടിവിറ്റിയാണ്, ഇവിടുത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഈ ആക്ടിവിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് ഈ ഫീല് ഇവിടെ ഈ സെന്റൻസിന്റെ പാസ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, കഴിഞ്ഞ കാലത്ത് ചെയ്ത ഉണ്ടായ ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നേരെ മാറ്റിയിട്ട് എന്താക്കണം? അത് മാറ്റിയിട്ട് എന്താക്കണം? വരാൻ പോകുന്ന ഒരു കാലത്തെ സൂചിപ്പിക്കുന്നതാക്കണം. അതാണ് ഇവിടുത്തെ ജോലി. ഓക്കെ, അപ്പൊ അതിനിവിടെ മാത്രം മാറ്റിയാൽ മതി. ഫീൽഡിൽ മാത്രം നമ്മൾ ഇടപെട്ടാൽ മതി. ഓക്കെ, അപ്പൊ റക്കീബുത്തുമ. അപ്പൊ തെർക്കുബാനിൽ കിത്താറയില മുംബൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മുംബൈയിലേക്ക് ട്രെയിൻ കയറുന്നു അല്ലെങ്കിൽ കയറും എന്നായി അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി ദഹബത്തും ഇലൽ മസ്ജിദിൽ ജമാ. ദഹബത്തും, ദഹബ എന്ന് പറഞ്ഞാൽ പോയി. ദഹബത്തും ഇലൽ മസ്ജിദിൽ ജമാ. നിങ്ങളും മസ്ജിദിലേക്ക് ജമാഅത്തിന് വേണ്ടി പോയി. നിങ്ങൾ ജമാഅത്തിന് വേണ്ടി മസ്ജിദിലേക്ക് പോയി എന്നാണ് അവിടുത്തെ ആക്ടിവിറ്റി. അല്ല, അവിടെ പറയണത്. അവിടെ ദഹബത്തും നിങ്ങൾ പോയി എന്നാ യൂസ് ചെയ്യണത്. അപ്പൊ അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. ദഹബത്തും നിങ്ങൾ പോയി എന്നാകുമ്പോൾ അവിടെ കുറെ ആൾക്കാരുണ്ട്.
3 ആൾക്കാരോ 2-ൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ കുറെ ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദഹബ്തു എന്നാണ് നമ്മൾ അടുത്തുള്ള ആളോടാണ് നമ്മൾ പറയണത്. ദഹബ്തു നിങ്ങൾ പോയി എന്നല്ലേ പറയാ. അടുത്തുള്ള ആളോടാണ് പറയണത്. ഓക്കെ. അപ്പോ ദഹബ്തും ദഹബ എന്നുള്ളതാണ് ഫീല്. അപ്പൊ യദ്ഹബു ആണ് അതിന്റെ മുലാരി വരിക. ദഹബ എന്നുള്ളത് ഫീല്, യദ്ഹബു ആണ് അതിന്റെ മുലാരി വരിക. അപ്പൊ യദ്ഹബു നമ്മൾ സർഫാക്കി വെക്കാം. അപ്പൊ അവിടെ എന്തായിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക? യദ്ഹബു ആണ് അതിന്റെ മുലാരി എങ്കിൽ എങ്ങനെയായിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക? യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന, തദ്ഹബു, തദ്ഹബാനി, യദ്ഹബന, തദ്ഹബു, തദ്ഹബാനി, തദ്ഹബൂന. തദ്ഹബൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അർത്ഥം വരും? എന്നർത്ഥം വരും? നിങ്ങൾ പള്ളിയിലേക്ക് പോകും എന്നർത്ഥം വരും. ഓക്കെ. ഇനി അങ്ങനെയാണ് ഉപയോഗിക്കുക. അൽ മുദരിസത്തു നസഹത്തി ത്വാലിബ ശരീറ. ചീത്ത കുട്ടിയോട് ടീച്ചർ എന്തായി ഉപദേശിച്ചു. ചീത്ത കുട്ടിയെ ടീച്ചർ ഉപദേശിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അൽ മുദരിസ എന്ന് പറഞ്ഞാൽ ടീച്ചർ, മുദരിസ് എന്ന് പറഞ്ഞാൽ ഉസ്താദ്. ഈ ഒരു ടീച്ചറാണ്. മുദരിസ എന്ന് പറഞ്ഞാൽ പെണ്ണാണ്, മുദരിസ് എന്ന് പറഞ്ഞാൽ ആണാണ്. ഓക്കെ. പിന്നെ നസഹത്ത്, നസഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നസീഹത്ത്, ഉപദേശിക്കുക. ത്വാലിബ, ത്വാലിബിനെ ഉപദേശിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ ശരീർ പറഞ്ഞാലോ ചീത്തക്കുട്ടി, ബാഡ്, ഷെറില്ലേ എന്നാണ് ശരീർ. അപ്പൊ ഇവിടെ തോലിബ പറഞ്ഞ വിദ്യാർത്ഥി. തോലിബത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവസാനം താ ഉണ്ടാവും. ഇവിടെ കണ്ടില്ലേ മുദരിസത്ത് എന്ന് പറഞ്ഞപ്പോ താ കണ്ടില്ലേ? അപ്പോ തോലിബ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ്, തോലിബ എന്ന് പറഞ്ഞാല് ഗേൾ, ഒരു സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് എന്നല്ല പറയാ, പെൺകുട്ടിക്കാണ് എന്താ പറയാ തോലിബ എന്ന് പറയാ. തോലിബ് എന്ന് പറഞ്ഞാല് ആൺകുട്ടിക്ക്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട മുദരിസ നസഹത്ത് ത്വാലിബ, സ്ത്രീ അല്ല ടീച്ചർ എന്തായി കുട്ടീനെ ഉപദേശിക്കുന്ന വേണ്ടത്. അപ്പൊ ഇവിടെ മാറ്റിയിട്ട് എന്താണ് ആക്കണ്ടേ? ഉപദേശിക്കും, ഉപദേശിക്കും എന്നാക്കണം. അതാണ് നമ്മളെ ആക്ടിവിറ്റി. അപ്പൊ നസഹ പോയിക്കിട്ട്, അപ്പൊ ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട മുദരിസ എന്ന് പറഞ്ഞാൽ ഒറ്റ ആളേ ഉള്ളൂ, ഒറ്റ ആളേ ഉള്ളൂ. പിന്നെ മുദരിസ ഗായിബിന്റെ സ്ഥാനത്താണ്. ഇവിടെ ഇല്ലാത്ത, നമ്മള് നേരിട്ട് ഒരാളോട് പറയുന്ന പോലെയല്ല, ഗായിബിനെ പറയുന്ന രൂപത്തിലാണ് നമ്മള് സൂചിപ്പിക്കുക. അപ്പൊ അവിടെ എന്തർത്ഥം വരും? മുദരിസ നസഹത്തി ത്വാലിബ ശരീറ എന്നുള്ളവർക്ക് നസഹത്തിന് പകരം സർഫാക്കി വെക്കുക. യൻസഹു, യൻസഹാനി, യൻസഹുന, തെൻസഹു, തെൻസഹു ആണ് വരിക. ഓക്കെ. അപ്പം മുദരിസത്ത് ഉപദേശിക്കുന്നു, ഉപദേശിക്കും എന്നർത്ഥം വരും. അപ്പോ ഇവിടെ ഹിയ, ഹിയന്റെ സ്ഥാനത്താണ് ഈ മുദരിസ എന്നുള്ളത്. നമ്മള് ഇങ്ങനെ സർഫാക്കി വെക്കുമ്പോ യൻസഹു, യൻസഹാനി, യൻസഹുന, തെൻസഹു, തെൻസഹാനി, യൻസഹന എന്ന് വരും. തെൻസഹു എന്നെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും മുദരിസത്തിന്റെ അവിടെ എന്താണ് തെൻസഹു ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ. ഈ ആക്ടിവിറ്റി ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് പഠിച്ചത് എല്ലാതും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോ മുമ്പ് പഠിച്ചതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സെന്റൻസ് ഉണ്ടാക്കാനൊക്കെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സില് നിങ്ങൾ ഒന്ന് നോക്കി വരും. അപ്പൊ ഒന്നുകൂടി ഉഷാറാക്കാം എല്ലാ ഇതുവരെ ഉണ്ടായ ക്ലാസ്സുകളൊക്കെ. പിന്നെ മൊത്തത്തിലുള്ള ഫീലുകളൊന്ന് റിവൈസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി വേറെ കുറച്ച് സാധനങ്ങളുണ്ട് സ്പോക്കൺ അറബിന്റെ, അതായത് വാക്കുകൾ പഠിക്കുന്നതിന്റെ വൊക്കാബുലറി ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. നമുക്ക് കുറച്ച് അതും കൂടി നോക്കാം. അറബിയിൽ എണ്ണാൻ അറിയോ? ഗൾഫ് അറബിയിൽ എങ്ങനെ എണ്ണ?
ഉം. അത് ശരി. ഇതെങ്ങനെ നിങ്ങള് ഷോപ്പിലുണ്ടായിരുന്നു പഠിച്ചാ? ആ, അപ്പൊ പൈസ ഒക്കെ ഉണ്ടെന്നതുകൊണ്ട് അത് ഓക്കെ, അപ്പൊ ഉഷാറാണ്. അത് അത് സാധാരണ എല്ലാത്തിലും അങ്ങനെ തന്നെ. ഉം. ഉം. റഷ്യ? അതെന്താ? റഷ്യക്കാരുണ്ടോ അതിനവിടെ? എവിടെ? ആഹാ. ഉം. അപ്പൊ ഇതാ ഈ ഈ ഈ ഡോക്യുമെന്റും അതിലുണ്ട് ട്ടോ. വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഖംസ, സിത്ത, സബ, സമാനിയ, തിസ്അ, അശറ. ഇതാണ് 10 വരെ ഉള്ളത്. ഓക്കെ. വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഖംസ, സിത്ത, സബ, സമാനിയ, തിസ്അ, അശറ. ഓക്കെ, ഇനി അഹദ അശറ, ഇസ്ന അശറ, ثلاثة عشرة، أربعة عشرة، خمسة عشرة، ستة عشرة، سبعة عشرة، ثمانية عشرة، تسعة عشرة، 20. അവർ 10 വരെ എന്തായാലും നമുക്ക് പഠിക്കാം. ഉം. ഇപ്പൊ ഇത് ഗ്രൂപ്പിലുണ്ടാവും, നോക്കിയാൽ മതി. വാഹിദ് വായിച്ചില്ലേ, സിമ്പിൾ ആണ്. വാഹിദ് ഇസ്നാൻ കാണാതെ പഠിക്കാനേ ഉള്ളൂ. പിന്നെ നമ്മള് ഇനി കുറെ സ്ഥലത്ത് കേൾക്കും അദ്ദർസുൽ അവൽ, ദർസു സാനി എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ കിസ്മാനി, അത് ഇത്ര ഇനാണ്, അർബാത്ത് അക്സാമാണ്, 4 ഇനാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് ഉദ്ദേശിക്കണത്. ഇനി ഇത് മുമ്പ് നമ്മൾ ക്ലാസ് പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ആണ്. ആ ആ ആ അത് സൊറഫിന്റെ ഇതിൽ തന്നെ വേറൊരു ഇത് കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലുള്ള സാധനമാണ്. ലെവൻസിലുണ്ട് ഓൾറെഡി. പിന്നെ ചിത്രം വെച്ചാ കൊടുത്തിട്ടുള്ളത് ഇവിടെ. അന കണ്ടില്ല? അന രണ്ടാള് പറയുമ്പോൾ അന എന്ന് തന്നെ പറയാം. അന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ. ഇനി ഹിയ, ഇയാള് പെണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ ഹിയ എന്ന് പറയാം. അടുത്തില്ലാതിരിക്കുമ്പോഴാട്ടോ പറയാം. അപ്പൊ പുരയിലുള്ള പെണ്ണുങ്ങളെ പറ്റിയാണ് പറയാ ഹിയ. ഹിയ ശരീറ, ഓള് കൊള്ളാം, അല്ലെങ്കിൽ ഓള് ചീത്ത പെണ്ണാണ്, അങ്ങനെയൊക്കെ പറയുമ്പോ ഹിയ ആണ് ഉപയോഗിക്കുക. ഇനി ഹുവ, പെണ്ണുങ്ങള് പൊരയെന്ന് പറയാണ് എന്ത് പുയ്യാപ്പിളിനെ പറ്റി പറയുമ്പോ ഹുവ. മൂപ്പര് ചൂടനാണ് പറയുമ്പോ ഹുവ അങ്ങനെയാണെന്നാ പറയാ. ഹുവയാണ് യൂസ് ചെയ്യാ. ഇനി ഇത് ദൂരമുള്ള ആളെ പറ്റിയാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി അൻതും ഇവിടെ കണ്ടോ യൂസ് ചെയ്തത്? ഇത് ഒരു സ്ഥലത്താ ഉള്ളത്. അപ്പൊ കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഈ അൻതുമാണ് യൂസ് ചെയ്യുക ഇവിടെ. അൻതും, നിങ്ങൾ കുറെ ആൾക്കാര്. അൻതും അൻതും തുല്ലാബ്, നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആണല്ലേ അങ്ങനെ ചോദിക്കാം. ഇനി ഒരാണൊരു പെണ്ണുണ്ട് ഒരു സ്ഥലത്ത്, ഒരേ സ്ഥലത്താണ്. അപ്പൊ ഇയാള് അൻതാന്ന് യൂസ് ചെയ്യാ. അൻത മിന്നൈന അൻത, ഇനി എവിടുന്നാണ് ചോദിക്കാം. അൻത. ഇപ്പൊ ഇവള് ചെങ്ങായി പെണ്ണിനോട് ചോദിക്കുമ്പോഴോ അൻതി എന്ന് ചോദിക്കാം. അൻതി മിന്നൈന ചോദിക്കാം, ഓള് എവിടുന്നാണ്. ഓക്കെ. ഇനി ഹും, ചെങ്ങായി ഇപ്പൊ ഇവിടെ ഉള്ള അറബി പുരയിലുള്ള ആൾക്കാരെ പറ്റിയാ പറയുന്നത്. അപ്പൊ ഹും എന്നാ പറയാ. ഹും ഹും എന്ന് പറഞ്ഞാൽ അവര്. ദൂരമുള്ള മീൻസ് ഇപ്പൊ ഇവിടെ ഇല്ലാത്ത കുറെ ആൾക്കാരെ പറ്റിയിട്ടാണ് ഹും എന്ന് യൂസ് ചെയ്യാ. ഓക്കെ, ഇത് പിക്ചറിന്ന് മനസ്സിലാവും വിഷയങ്ങൾ. ക്ലിയർ അല്ലേ?
അതേപോലെ തന്നെ നെഹ്നു ഉണ്ട്. നെഹ്നു. നെഹ്നു ആണും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് ഒരേപോലെ യൂസ് ചെയ്യുന്നതാ. നെഹ്നു പറഞ്ഞാൽ ഞങ്ങൾ. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് പറയാം? നെഹ്നു എന്ന് പറയാം. ഒരാൾ മാത്രമാണെങ്കിലോ അന എന്നാ പറയാം. ഞാൻ. ഇനി ഇനി അറബിയിൽ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫീ, മിന്ന്, മഅ എന്നൊക്കെ ഉള്ളത്. ഫീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫി ഫി ആ അത് ആ ഉണ്ട്. എന്താ പറയാ, ഇവിടെ കൊളോക്കിയൽ ഇതിൽ യൂസ് ചെയ്യുന്ന സാധനം. അല്യോ ഫീ ഇന്നിപ്പോ ക്ലാസ് ഉണ്ടോ ചോദിക്കാം. ഫീ മുഹാദറ അല്ലയോ, ഇന്ന് ക്ലാസ് ഉണ്ടോ? ഫീ മാ എന്ന് ചോദിക്കൂലേ, ഇവിടെ വെള്ളം ഉണ്ടോ? പക്ഷെ ഫീ എന്ന അർത്ഥം ഇന്നാണ്, ഒരു സ്ഥലത്തിൽ. അത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉണ്ടോ എന്നുള്ള അർത്ഥം എങ്ങനെ വരുന്നതാ? അവിടെ എങ്ങനെ? അത് വേർഡ്സിനോട് ചേർത്ത് തന്നെയാണ് ഇത് യൂസ് ചെയ്യുക. അതന്നെ, അത് ഈ സാധാരണ ഇതിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മള് നാടൻ വർത്താനത്തിലോട്ട് ചോദിക്കണില്ലേ, അതേപോലെ യൂസ് ചെയ്യുന്നതാണ്. ശരിക്കും ഇതിന്റെ അർത്ഥം എന്താ വരിക? ഫീന്റെ അർത്ഥം അതിൽ നിന്നാണ് അർത്ഥം. അപ്പൊ ഫീ ചെയ്യാം, അതിലെന്തെങ്കിലും ഉണ്ടോന്നാ ചോദിക്കണം. ഫീ 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 ആ അപ്പൊ ഇതിന് സ്റ്റാൻഡേർഡ് യൂസിങ് നമ്മൾ പറയാം. ഫീ അങ്ങനെ ഉണ്ടോ എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അതിങ്ങനെ സംസാരത്തിൽ, അറബിയുടെ സംസാരത്തിലാണ്. ഫീന്റെ ശരിക്കും അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഭാഷയിലൊക്കെ കാണുമ്പോൾ, എയ്ത്തിലൊക്കെ കാണുമ്പോൾ ഫീന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് നിന്നാണ്. ഇപ്പൊ അനഫിൽ ദോഹ, ഞാൻ ദോഹയിലാണ്. അനഫിൽ മക്ക, അനഫിൽ മദീന, അനഫി ദുബൈ, ഫി കേരള, അനഫിൽ ഹിന്ദ്. അങ്ങനെയൊക്കെ പറഞ്ഞാല് എന്താർത്ഥം? ഞാൻ ഇവിടെയാണ്, ഈ സ്ഥലത്താണെന്നാണ് അർത്ഥം. അപ്പൊ ആ ഒരു ഇൻ ദോഹ, ഇൻ കേരള, ഇൻ ഇന്ത്യ എന്ന് സൂചിപ്പിക്കാനാണ് ഫീ എന്ന് ഉപയോഗിക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? അതാണ് ഫീന്റെ അർത്ഥം. ഇനി ചെറിയ സ്ഥലങ്ങൾക്ക് ഉപയോഗിക്കാം. മീൻസ് ഞാനിപ്പോ ക്ലാസ്സിലാണ്, മെയിൻ ആണ് ഇനി എവിടെ ചോദിക്കുമ്പോ അനഫിൽ ഫിസോഫ്, അല്ലെങ്കിൽ അനഫിൽ മദ്രസ, അനഫിൽ ബെയ്ത്ത് എന്നൊക്കെ പറയാം. കൊരയിലാണ്, സ്കൂളിലാണ്, വേറെ കുറെ സ്ഥലത്താണെന്നൊക്കെ. അത് അത് അലിഫ്ലാമ് കൂട്ടി വരുമ്പോ അങ്ങനെ പറയണത്. ഫിദ്ദോഹ എന്ന് പറയണം. അല്ല് വിടൂലേ? മനസ്സിലായോ? അത് അറബി നേരങ്ങളുടെ എഴുതുമ്പോഴുള്ള പ്രശ്നം. ഓക്കെ, ഫിദ്ദോഹ കൂട്ടി ശബ്ദമുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടതാണ്. അത് ഇമ്പോർട്ടന്റ് അല്ല. നെയ്മിൻ. അപ്പൊ ഫീ നമ്മൾ പറഞ്ഞു, ഫീ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എന്നർത്ഥമാണ്. ഇനി മിന്നാവുമ്പോഴോ, മിന്ന് നിന്ന് എന്നാണ് യൂസ് ചെയ്യുക. അപ്പൊ ഉദാഹരണത്തിന് സ്കൂളിൽ നിന്ന്, എവിടുന്നാണ് ടൂർ പോകുന്നത്? സ്കൂളിൽ നിന്നാണ് പോണത്. മിൻ മദ്രസ എന്ന് പറയാം. മദ്രസയിൽ നിന്നാണ് സ്കൂളിൽ നിന്നാണ് പോണത്. ഇനി അല്ലെങ്കിൽ ഒരാളോട് ചോദിക്കുക എവിടുന്നാണ് വരുന്നത്? മിനൽ ബൈത്ത്, ഞാൻ വീട്ടിൽ നിന്നാണ് വരുന്നത്. മനസ്സിലായോ? അതാണ് മിന്ന് യൂസ് ചെയ്യുക. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന്, ഫ്രം, ഇംഗ്ലീഷിൽ ഫ്രം യൂസ് ചെയ്യാം. ആ സ്ഥലത്താണ് മിൻ. ഓക്കെ, ഒരു ലെറ്റർ കിട്ടി. എവിടുന്നാ ലെറ്റർ കിട്ടിയത്? ഇപ്പൊ ഫ്രം പോലീസ്, മിൻ മിനശുർത്ത എന്ന് പറയും. പോലീസിൽ നിന്നാണ് ഇത് കിട്ടിയത്. അതിനൊക്കെയാണ് മിന്ന് യൂസ് ചെയ്യുക. ഫീ ഫീ പറഞ്ഞു, മിന്ന് പറഞ്ഞു. ഇത് രണ്ടും ക്ലിയർ അല്ലേ? ഇനി മഅ യൂസ് ചെയ്യും. ഇംഗ്ലീഷിൽ എഴുതിയാട്ടോ, മഅ വായിക്കാം. മായും ഐനും ആണ് മഅ. മഅ എന്ന് പറഞ്ഞത് അർത്ഥം വിത്ത്, അതിന്റെ കൂടെ. ആരെ കൂടെ ഉള്ളത്? ഞാൻ പെണ്ണുങ്ങളെ കൂടെയാണ്, അല്ലെങ്കിൽ ഞാൻ കുട്ടികളുടെ കൂടെയാണ്, ഞാൻ ഫ്രണ്ടിന്റെ കൂടെയാണ്. അങ്ങനെയൊക്കെ യൂസ് ചെയ്യണതാണ് മഅ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരാൾ പേര് പറയാം, മാ യൂസഫ്, അല്ലെങ്കിൽ മാ അബൂബക്കർ, മാ ജോസഫ്, മാ ഹുസൈൻ. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ മാ യൂസ് ചെയ്യാം. ഓക്കെ,
ക്ലിയർ അല്ലത്? അത് കോമൺലി വരുന്ന കുറച്ച് വേർഡിന്റെ അർത്ഥം പഠിക്കാന്നുള്ളൂ. നമ്മള് റിപ്പീറ്റഡ് ആയിട്ട് ഇത് യൂസ് ചെയ്യും സംഭവങ്ങളൊക്കെ. എന്റെ കൂടെ ആരാ ഉള്ളത് നോക്കും. അത് മഞ്ഞ് യൂസ് ചെയ്യായിരിക്കും. ഒരു പറയണത് നോക്കണ്ട. ഉം അതങ്ങനെ അലിഫും ഫത്തും കസറൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. മാക്ക് പറയുമ്പോ മാക്ക് എന്ന് പറയുമ്പോ നിന്റെ എന്നായി അർത്ഥം, നിന്റെ കൂടെ. ഉം ഉം. ആ ഉം, അത് മഞ്ഞാണ്. മഞ്ഞ് ചോദിച്ച അതതിന് അടുത്ത് വരുന്നേ. മഞ്ഞ അഞ്ചാന്ന് ചോദിക്കുകയാണെങ്കിൽ നീ ആരാണെന്ന് ക്വസ്റ്റ്യൻ. അങ്ങനെ മൻ മാക്കുന്നാണെങ്കിൽ എന്താണ്, ആരാണ് നിന്റെ കൂടെ ഉള്ളതെന്ന് മനസ്സിലായോ? ആരാണ് നിന്റെ ഒപ്പം ഉള്ളത്. മാ എന്ന് പറയുമ്പോ ഇപ്പൊ എന്തായി, കൂടെ. മാക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ ആരാണുള്ളത്. അതിന് അതാണ് ക്വസ്റ്റ്യൻ വേർഡ്സും കൂടി പഠിച്ചു കഴിഞ്ഞാല് ക്വസ്റ്റ്യനും നല്ല റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സാധനം. ഇത് അറബി ഇല്ലാന്നുള്ളൊരു കംപ്ലൈന്റ് ഈ ടെക്സ്റ്റിന്റെ. ഹൽ ഹൽ വരും. ഹൽ എന്ന് പറഞ്ഞാൽ താങ്കൾ കേട്ടിട്ടുണ്ടോ? ഹൽ കേട്ടില്ലേ? ചോദ്യം എങ്ങനത്തെ ചോദ്യം? ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് എന്താ പറയാ ഹല്ല് യൂസ് ചെയ്യാ. ആണോ ചോദിക്കൂലേ? ആണോ, അങ്ങനെ ആണോ, അതിനാണ് ഹല്ല്. ആ ഹൽ അൻത ഹൽ അൻത ജോൺ എന്ന് ചോദിക്കും. നീ ജോൺ ആണോ? ഹൽ അൻത തോലിബ്, നീ സ്റ്റുഡന്റ് ആണോ? ഹൽ അൻത മുദരിസ്, ഹൽ അൻത ഉസ്താദ്, നീ ടീച്ചർ ആണോ? അങ്ങനെയൊക്കെ യൂസ് ചെയ്യാണ്. ഹൽ അൻത സ്കൂളിൽ പോകുമ്പോ ഹൽ അൻത അബു ഡേഷ്, കുട്ടീന്റെ ഉപ്പയാണോ എന്നൊക്കെ ചോദിക്കും. അതിനാണ് അങ്ങനെ ആണോ അല്ലേ ആ സാധനം ഉണ്ടാവൂല. ആണോ അല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ജവാബായിട്ട് എന്താ വരിക? ഒന്നുകാണ് യെസ്, ഒന്നുകിൽ ആം, അല്ലെങ്കിൽ ഇല്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താ പറയാ, ഇത് യൂസ് ചെയ്യാം. ഹൽ അല്ല ആണ് ഹൽ. ക്വസ്റ്റ്യൻ പഠിച്ചിട്ടാണ് എന്ത് ഹൽ. ഇനി അടുത്ത ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അയിന. അയിനന്റെ അർത്ഥം എന്താ? അയിന 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 അൻത, എവിടെ, വേറെ അറിയൂ. ഏഹ് വെയിന്. ശരിക്ക് യൂസേജ് എന്താണ് അയിനാന്നാ? അത് കൊളോക്കിയൽ അറബിയാണ് വെയിനൊക്കെ എന്നൊക്കെ ചോദിക്കുന്നത്. അയിന എന്നാണ് കറക്റ്റ് ഉപയോഗം. അപ്പൊ അയിന എഴുത്തിൽ എങ്ങനെ കാണാം അയിന? അയിന എവിടെയാണ്? അയിന തൂഫിയ ഷെയ്ഖ്, ഒരാൾ മരണപ്പെട്ടത് എവിടെയാണ്? അയിന ദുഫിനത്ത്, എവിടെയാണ് മറവ് ചെയ്തത്? അങ്ങനെയൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ അവൻ അങ്ങോട്ടാണ് പോയത്. മിന്നൈന, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പൊ ഈ സ്ഥലത്തിനെ യൂസ് ചെയ്യാനാണ് അയിന യൂസ് ചെയ്യുന്നത്. അതെ അതെ. അത് വേർഡ് ഉണ്ടോ വെച്ചാൽ ഇവരെ ഭാഷയിൽ വേർഡ് ഉണ്ട്. അത് അതെ അതെ. ഇത് വേറെ തന്നെയാണ്. കൊളോക്കിയൽ പറഞ്ഞാൽ വേറെ തന്നെയാണ്. നമ്മളെ മലയാളത്തിൽ കാണുന്നതിനേക്കാളും എത്രയോ കൂടുതലാണ് ഇവരെ എന്താ പറയാ ഭാഷയിലുള്ള മാറ്റം. മനസ്സിലായോ? നമ്മളിപ്പോ നമ്മള് മലയാളത്തിൽ സ്റ്റാൻഡേർഡ് എഴുതുന്നതും അല്ല ഞാൻ പറഞ്ഞത്, നമ്മള് മലയാളത്തിൽ സ്റ്റാൻഡേർഡ് പറയണതും എഴുതുന്നതും വലിയ മാറ്റമില്ല. പക്ഷെ അറബികൾക്ക് ഭയങ്കര മാറ്റമുണ്ട്. അത് പല നാട്ടില് പല പല മാറ്റങ്ങളുണ്ട്. അത് സ്ലാങ് അല്ല, ചിലർക്ക് ചില പുതിയ വേർഡ് തന്നെ ഉണ്ട്. ഇപ്പൊ കാസർഗോഡ് സ്ലാങ് ആകുമ്പോഴാണ് പിന്നെ കേരളത്തിലൊക്കെ വലിയൊരു ചേഞ്ച് വരുന്നത്. അല്ലെങ്കിലൊക്കെ കോമൺ ആണ്. പക്ഷെ ഇത് പലയിടത്തും ഒരേ സാധനത്തിന് തന്നെ പല അർത്ഥങ്ങളൊക്കെ വരും. പിന്നെ ഒന്നാമത് അറബി രാജ്യങ്ങൾ പറഞ്ഞാൽ സെപ്പറേറ്റ് രാജ്യങ്ങൾ തന്നെയാണ്. നമ്മളെ കേരളം ആകെ ചെറിയ സ്ഥലമേ ഉള്ളൂ. അവിടെ തന്നെ 3 കോടി ആൾക്കാരേ ഉള്ളൂ. പിന്നെ ചെറിയൊരു സ്ഥലത്ത് തന്നെയാണ് കുറെ സ്ലാങ്ങുകൾ ഉള്ളത്. ഇത് അറബി എന്ന് പറയുമ്പോൾ ബഹ്റൈൻ മുതൽ അവിടെ മൊറോക്കോ ഉണ്ട്. 3 കോണ്ടിനെന്റ് ഒക്കെ ഉണ്ട്. ആഫ്രിക്കയിലുണ്ട്, പിന്നെ ഏഷ്യയിലുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോ 2 കോണ്ടിനെന്റിലുണ്ട്. ആഫ്രിക്കയിലും ഏഷ്യയിലൊക്കെയാണ് പരന്ന് കിടക്കാണ്. കുറെ വ്യത്യാസങ്ങളുണ്ട്.
അതെ അതെ അതെ. അത് ഓരോ നാട്ടിലും അങ്ങനത്തെ ഓരോ മാറ്റങ്ങളുണ്ട്. എന്നാൽ ഇവർ കോമൺ പറയണതും ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ, എന്നാല് പുറത്തുള്ള ഒരാൾക്ക് അത്രക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അറബിയാണ്. ഓക്കെ, ഏതായാലും ഇത് പഠിച്ചു കഴിഞ്ഞാല് ഇത് ഓരോ നാട്ടിലെയും ഇതിന് ലഹജ എന്നാ പറയാ. ഓരോ കൊളോക്കിയൽ സ്ലാങ്ങിന് ലഹജ എന്ന് അറബി പറയാം. ലഹജ പഠിക്കാൻ എന്നാല് ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് പഠിക്കേണ്ടി വരും. പക്ഷെ ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവും. എല്ലാ അറബി നാട്ടുകാർക്കും അത് മനസ്സിലാവും എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിത് ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം. നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ടാവും, കുറെ പുറത്തൊക്കെ നിന്ന ആൾക്കാരായതുകൊണ്ട്. മൻ 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 എന്നുള്ളതിന് അർത്ഥം ഹു. മൻ മൻ അൻത നീ ആരാണ്? അറബി ചോദിക്കും മൻ അൻത, ഇതാരാ ചോദിക്കാനെന്നുള്ള സാധനം. ഇനി അത് ഓരോ സംഭവം മീൻസ് ഓരോ കൊളോക്കിയൽ സാധനമായിരിക്കും. മീൻ മീൻ എന്ന് ചോദിക്കാം അല്ലേ. ഇനി മൻ അൻത, പിന്നെ ആര് എന്നുള്ള ഹൂ എന്നുള്ളത് എവിടെ യൂസ് ചെയ്യാനും മന്നാണ് ഉപയോഗിക്കുക. നിന്റെ കൂടെ ആരാണെന്നും അല്ലെങ്കിൽ വീട്ടിലാരാ ഉള്ളത്, മൻ ഫി ബൈത്തിക എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ മന്ന് ഹൂൻ എന്ന് പകരമായിട്ടും മൻ യൂസ് ചെയ്യും. ഇനി മാ എന്ന് വെച്ചാല് എന്താണ്, വാട്ട് ഈസ് ദിസ്, മാ ഹാദ, ഇതെന്താണ്, അതിനൊക്കെയാണ് എന്ത് ചെയ്യാ മാ യൂസ് ചെയ്യാ. മാ ഹാദ. അതിന് ഇപ്പോഴത്തെ കൊളോക്കിയൽ അറബിയില് പല സാധനങ്ങളുണ്ട്. ഷൂ യൂസ് ചെയ്യും, ഷുനു യൂസ് ചെയ്യും, ഷൂ ഹാദ എന്ന് ചോദിക്കും, ഷുനു ഹാദ എന്ന് ചോദിക്കും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? മാ മാ ഹാദ, അല്ലെങ്കിൽ മസ്മുക്ക എന്നൊക്കെ ചോദിക്കും, എന്താണ് എന്റെ പേര്. ഇനി മത്തയോ, മത്ത സ്ഥലത്തിന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. വെൻ, എപ്പോഴാ മരിച്ചു ചോദിക്കൂലേ, മത്ത എപ്പോഴാണ്, മത്ത ആദ്യത്തെ നീ എപ്പോഴാ വന്നേ, മത്ത തെറു, അല്ലെങ്കിൽ മത്ത തദ്ഹബ്, എപ്പോഴാ നീ പോവാ, മത്ത തദ്റുസ്, എപ്പോഴാ പഠിക്കുക. അങ്ങനെ സ്ഥലത്തിനെ സൂചിപ്പിക്കാനാണ് മത്ത യൂസ് ചെയ്യാം. ഇനി ഇത് മാതയാണ്, മാത എന്നിട്ട് വായിക്കാം. മാത പറഞ്ഞാലും മാന്റെ പോലെ തന്നെ വാട്ട് യൂസ് ചെയ്യാനാണ്. മാതാ കുൽത്ത, നീ എന്താണ് പറഞ്ഞത്. മായും മാതയും സെയിം തന്നെയാണ്. മാതാ കുൽത്ത, നീ എന്താണ് പറഞ്ഞത്, അതാണ്. മാതാ അക്കൽത്ത, നീ എന്താണ് കഴിച്ചത്. ഓക്കെ, അതാണ് മാതാന്റെ അർത്ഥം, മാത. ഇനി ലിമാത വെച്ചാല് ചോദ്യം ചോദിക്കാണ്. വൈ, എന്തുകൊണ്ടാണ്. ലിമാത ദഹബ്ത, നീ എന്തുകൊണ്ടാ പോയത്. വൈ, എന്തുകൊണ്ടാ പോയത്. ഇപ്പൊ ഈ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരെ ആക്രമിക്കുക. ലിമാത, അവർക്ക് തീരെ കഥയില്ലേ, അവര് മനുഷ്യന്മാരല്ലേ, അവർ ഇങ്ങനെ എന്തിനാണ് ആക്രമിക്കണത്. ലിമാത, എന്തിനാണ്. ലിമാത നദ്റുസ്, നമ്മൾ എന്തിനാ പഠിക്കണേ. ലിമാത നഅ്കുൽ, നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കണേ. ലിമാത നശ്റബ്, നമ്മൾ എന്തിനാ വെള്ളം കുടിക്കണേ. അങ്ങനെ ലിമാത നഈസ്, നമ്മൾ എന്തിനാ ജീവിക്കണേ. അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻ, എന്തിനാ ജീവിക്കണേ, അതാണ് ലിമാത. ആണ് വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അറബിയിൽ ലിമാത എന്ന് ഉപയോഗിക്കുക. ഇനി വേറൊന്ന് ഹൗ ഉണ്ട്, എങ്ങനെ വീട്ടിലേക്ക് പോകും, അതിനാണ് കൈഫ യൂസ് ചെയ്യുക. കൈഫ വസൽത, നീ എങ്ങനെ ഇവിടെ എത്തി. കൈഫ വസൽത എന്ന് വെച്ചാല് നീ എങ്ങനെ ഇവിടെ എത്തി. കൈഫ തദ്ഹബു ഇലൽ ബൈത്ത്, നീ വീട്ടിലേക്ക് എങ്ങനെ പോകും, വണ്ടിയിലാണ് എങ്ങനെ പോകും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സംഭവങ്ങള്. പിന്നെ അതേപോലെ തന്നെ കൈഫ യൂസ് ചെയ്യുന്ന ഹൗ, എങ്ങനെയാന്നുള്ള യൂസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കൈഫ. ഓക്കെ, അപ്പോ ജസ്റ്റ് കുറച്ച് വേർഡ്സ് ഒക്കെ ഇങ്ങനെ പഠിച്ചിട്ടേ ഉള്ളൂ. ഇതൊക്കെ ക്ലിയർ അല്ലേ. അപ്പൊ ഇത് വൊക്കാബുലറി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, ഒരു വട്ടം കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. കുറച്ച് റിപ്പീറ്റ് ചെയ്യുകയും ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് കിതാബുകളൊക്കെ ഓതുമ്പോൾ, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ കിതാബുകളൊക്കെ ഓതുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ അർത്ഥങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടാൻ തുടങ്ങും. ഇപ്പൊ ഹദീസും ഇനി തഫ്സീറും ഒക്കെ നമുക്ക് തുടങ്ങുന്ന സമയത്ത് എന്താവും, ഇനി വേറെ ഏതെങ്കിലും ബെയ്ത്താണെങ്കിലും ഒക്കെ മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് കോഴ്സിന്റെ ഒരു
ഒരു എന്താ പറയാ ഒരു ഒബ്ജക്റ്റീവ് കൂടെയാണ് ഖുർആനൊക്കെ അർത്ഥം ചിന്തിച്ച് ഓതാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. പുറത്തൊക്കെ ഇപ്പം പ്രത്യേകിച്ച് എന്താവും കുറെ നല്ല അടിപൊളി ഖിറാഅത്തൊക്കെ കേൾക്കാൻ പറ്റും. അപ്പൊ ഈ അറബിയൊക്കെ കുറച്ച് മനസ്സിലായി കഴിഞ്ഞാല്, പിന്നെ കുറച്ച് തഫ്സീറും ഖുർആന്റെ മൊത്തത്തിലുള്ള ഒരു അർത്ഥമൊക്കെ മനസ്സിലായി കഴിഞ്ഞാല് ഖുർആൻ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഇതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാവും. പക്ഷെ അത് ഭയങ്കര റാഹത്തായിരിക്കും. അർത്ഥം ചിന്തിച്ച് ഖുർആൻ എന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര റാഹത്തുള്ള കാര്യമാണ്. ചില തോഫിക്ക് വേറെന്തോ ഉണ്ടോ?